കഴിഞ്ഞ ദിവസം രാവിലെ ഉറക്കമുണർന്ന് ടി വിയിലേക്ക് നോക്കിയ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ മലയാളി കാണുന്നത്, ശ്രീ കലാമണ്ഡലം സത്യഭാമ ജൂനിയർ RLV രാമകൃഷ്ണൻ, അതായത് ഡോക്ടർ RLV രാമകൃഷ്ണനെ വിവേചനപരമായി അധിക്ഷേപിച്ചു, വർണ്ണ വിവേചനം കാണിച്ചു, പുരുഷ സമൂഹത്തെ അധിക്ഷേപിച്ചു, കറുത്തവരെ അധിക്ഷേപിച്ചു, മോഹിനിയാട്ടം കളിക്കുന്നവർ മോഹിനി ആവണം, അല്ല മോഹനനല്ല എന്നിങ്ങനെയുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടത്. പിന്നീട് നമ്മൾ കാണുന്നത് ഒരുപറ്റം മാധ്യമപ്രവർത്തകർ അവരുടെ വീട്ടിൽ ഇരച്ചു കയറുകയും അവരെ മാധ്യമ വിചാരണ ചെയ്യുകയും അവരുടെ കുടുംബത്തെ വരെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നതാണ്. രാത്രിയിൽ അന്ത്യചർച്ചയ്ക്കും അവരെ വിളിച്ചു വരുത്തി അവരെ വിമർശനത്തിന് വിധേയമാക്കുന്നത് നമ്മൾ കണ്ടു. സോഷ്യൽ മീഡിയ നോക്കിയാലും എവിടെ നോക്കിയാലും അവർക്കെതിരെ ഉയർന്ന വിരലുകൾ മാത്രമേ നമുക്ക് കാണാനായുള്ളൂ. കലാമണ്ഡലത്തിൽ പോലെയുള്ളൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞത് ഒട്ടും ശരിയായില്ല. അത് എല്ലാ മലയാളികളും അംഗീകരിക്കുന്നതാണ്. പക്ഷേ നിറത്തിനും ലിംഗത്തിനും ഉപരിയായി പച്ച മനുഷ്യനെ, അല്ലെങ്കിൽ മനുഷ്യനായി കാണാനുള്ള ചിന്തയിലുള്ള ഔന്നത്യം അവർക്കില്ലാതെ പോയി. നാട്ടിൻപുറങ്ങളിലെല്ലാം ഇത്തരം വാക്കുകൾ നമ്മൾ ദിനംപ്രതി കേൾക്കാറുണ്ട്. ഇതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഓക്കെ, അവരങ്ങനെ പറഞ്ഞു. അവരെ ഓരോ മലയാളിയും, അല്ലെങ്കിൽ ഭൂരിപക്ഷം മലയാളികളും അവരെ വിമർശിച്ചു. അവരെ അനുകൂലിക്കുന്നതായിട്ട് കണ്ടില്ല. പക്ഷേ ഞാനെന്താണ് ഇവിടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവരെ എന്തുകൊണ്ട്, അവരുടെ പക്ഷത്ത് എന്തുകൊണ്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് അവർക്കെതിരായിട്ട് നിൽക്കാനുള്ള അർഹതയില്ല. കാരണം നിങ്ങളിൽ കുറ്റം ചെയ്യാത്തവർ ഇവരെ കല്ലെറിയട്ടെ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി ഇവർ തമ്മിലുള്ള ഇഷ്യൂസ് വർഷങ്ങളായിട്ടുള്ളതാണെന്ന് നമുക്കറിയാം. ഏത് പക്ഷത്താണ് കൂടുതൽ ഡാമേജ് ഉണ്ടായത്? സത്യഭാമയ്ക്ക് തന്നെ. ഇതേ ഇഷ്യൂ കൊണ്ട് തന്നെയാണ്, ഇതേ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് സത്യഭാമയ്ക്ക് കലാമണ്ഡലത്തിലെ ഏതോ സമിതിയിലെ അംഗത്വം നഷ്ടമായത്. ഇതേ കാരണം കൊണ്ട് തന്നെ കേരളീയ സമൂഹത്തിന് മുമ്പിൽ അവർ പിച്ചു ചിന്തപ്പെട്ടു, അല്ലെങ്കിൽ ചിത്രവധം ചെയ്യപ്പെട്ടു. ചൂസ് യുവർ ബാറ്റിൽസ് വൈസ്ലി. ഇത് നമുക്ക് ഓരോരുത്തർക്കും ഒരു പാഠമാകണം. ശ്രീ രാമകൃഷ്ണനോടുള്ള എല്ലാ പിന്തുണയും അറിയിക്കുന്നതോടൊപ്പം അദ്ദേഹത്തോടൊപ്പം നിൽക്കാനുള്ള അർഹത എനിക്കില്ലാത്തത് കൊണ്ട് മാത്രം ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ഞാനിങ്ങനെ രേഖപ്പെടുത്തുന്നു. താങ്ക് യു.